RSS എന്നാൽ രാഷ്ട്രീയ സറണ്ടർ സംഘ് ആണെന്ന് ഇന്ന് ഡൽഹിയിൽ പ്രസ്താവന നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി അതിന് ഇടയായ സാഹചര്യം കൂടി അദ്ദേഹം വിശദീകരിച്ചിരുന്നു. RSSന്റെ ഏറ്റവും ശക്തനായ 20 വർഷത്തെ വക്താവായിരുന്ന ശ്രീ വി റാം മാധവ് ഇന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൗദ്ധിക കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ ശ്രീ വി റാം മാധവ് നടത്തിയ അമേരിക്കയുടെ മുന്നിൽ ഇന്ത്യ കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അവതരണത്തിനെ വിമർശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ സ്വയം സേവക സംഘമല്ല RSS, എന്നാൽ അതിപ്പോൾ രാഷ്ട്രീയ സറണ്ടർ സംഘമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹം വിമർശനം ഉയർത്തിക്കൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. RSS ഉയർത്തുന്നത് ഫാർസി നാഷണലിസമാണ് എന്ന് പറഞ്ഞാൽ അപകടകരമായ ദേശീയതയ്ക്കും അപ്പുറം കേവലം ഡ്യൂപ്ലിക്കേറ്റ് ദേശീയതയെ പറ്റിയാണ് RSS എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ശ്രീ രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ വിവരിക്കുമ്പോൾ ശ്രീ വി റാം മാധവിന് തൻ്റെ പ്രസ്താവന തിരുത്തി കൊടുക്കേണ്ടി വന്നു. ശ്രീ റാം മാധവ് എന്ന RSSന്റെ ബുദ്ധിജീവി പറഞ്ഞത്, ഇന്ത്യ സർക്കാർ അമേരിക്കയുടെ നിർദ്ദേശത്തിന് വഴങ്ങി ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ കുറച്ചിട്ടുണ്ട് എന്നും 50% നികുതി ഇന്ത്യയിലേക്ക് ചുമത്താൻ അമേരിക്ക ശ്രമിക്കുന്നത് രാജ്യത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നു എന്നുമായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി RSSന്റെ പഴയകാല ചരിത്രം ഏറെ വിവരിച്ചിട്ടില്ലെങ്കിൽ പോലും RSS എങ്ങനെയാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് പല വിഷയങ്ങളിലും ഇന്ത്യൻ ദേശീയ താല്പര്യത്തെക്കാൾ പ്രത്യേക മമത കാണിച്ചതെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. നോക്കൂ, വിയറ്റ്നാം യുദ്ധം ലോകത്തിലെ മനുഷ്യസ്നേഹികളെ വല്ലാതെ വേദനിപ്പിച്ച അമേരിക്കയുടെ കാടത്തം നടപ്പിലാക്കിയ ഒരിടമായിരുന്നു വടക്കൻ വിയറ്റ്നാം. വടക്കൻ വിയറ്റ്നാമിനെ അമേരിക്ക ആക്രമിക്കാൻ തീരുമാനിച്ച ഏതാണ്ട് 15 വർഷക്കാലത്തിനിടയിൽ 5 അമേരിക്കൻ പ്രസിഡന്റുമാർ പടിപടിയായി ആ ചെറിയ രാജ്യത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ബോംബിംഗ് തുടരുവാൻ തീരുമാനിക്കുമ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണാധിപന്മാർ വടക്കൻ വിയറ്റ്നാമിൽ ഉണ്ടാക്കുക എന്ന ഒറ്റ അജണ്ടയുമായിട്ടായിരുന്നു അവർ മുന്നേറാൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി വിയറ്റ്നാമിൽ ജീവൻ പൊലിയേണ്ടി വന്നത് ഏതാണ്ട് 30 ലക്ഷത്തോളം നിരപരാധികളായ വിയറ്റ്നാമികൾക്കായിരുന്നു. ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ വിയറ്റ്നാമിലെ ജനങ്ങൾ കാണിച്ച ദേശീയബോധത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ പട്ടാളക്കാർക്ക് ചിലർക്കെങ്കിലും അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. അമേരിക്കയുടെ ഈ കിരാതവാഴ്ചയ്ക്കെതിരെ ലോകത്തിലാകെ വലിയ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമ്പോൾ ലോകത്തിൽ ഒരേ ഒരു സംഘടന മാത്രമാണ് അമേരിക്കയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായത്. ആ സംഘടനയുടെ പേരായിരുന്നു RSS. RSSന്റെ സംഘചാലക് ഗോൾവാൾക്കർ അന്ന് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. Now the world is a war between dharma and adharma. Fortunately, America is with dharma എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, ലോകത്തിൽ ധർമ്മം സ്ഥാപിക്കുവാനായി നടക്കുന്ന യുദ്ധത്തിൽ അധർമ്മരായ വിയറ്റ്നാമികളെ കൊന്നുകുഴിച്ചിടുവാനുള്ള ധാർമ്മിക അവകാശം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിതാ അമേരിക്കയെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞ ഗോൾവാൾക്കറിന്റെ RSSനെ പറ്റി രാഹുൽ ഗാന്ധി എത്ര ശരിയായ ഒരു പുനർവായന കൂടിയാണ് നടത്തിയത്. നോക്കൂ, ഇന്ത്യ സ്വതന്ത്രമാകാൻ വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടിയ ചരിത്രം RSSനുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ ശത്രുവാണ് പാകിസ്ഥാൻ എന്നും പാകിസ്ഥാനികളെ മുഴുവൻ രാജ്യദ്രോഹികളും ലോകദ്രോഹികളുമായി കാണണമെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ മറ്റൊരു ചരിത്രം കൂടി ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കണം. ശ്യാമപ്രസാദ് മുഖർജിയും പാകിസ്ഥാൻ വാദമുയർത്തിയ മുസ്ലിം ലീഗുമായി ചേർന്ന്, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശ്യാമപ്രസാദ് മുഖർജി നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ ഗ്രൂപ്പും മുസ്ലിം ലീഗുമായി ചേർന്ന്
അതിർത്തി പ്രദേശങ്ങളിൽ ഒരു സർക്കാർ 1930കളിലും 40കളിലും രൂപീകരിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമാകാൻ ഇട നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തമായ സാഹചര്യത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച സമയത്ത് അത്തരം പൊതു സർക്കാരുകളൊക്കെ രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ താൻ രാജിവെക്കാൻ തയ്യാറല്ല എന്നും മുസ്ലിം ലീഗുമായി ചേർന്ന് ഭരണം നടത്തുമെന്നും പറയാൻ ഒരു മടിയും കാണിക്കാത്ത ശ്യാമപ്രസാദ് മുഖർജിയുടെ അതേ പാരമ്പര്യത്തെയാണ് ഇവിടെ ശ്രീ വി റാം മാധവന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കേണ്ടി വന്നത്. ഇവിടെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ സെക്യുലറിസത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSS എന്നാൽ രാഷ്ട്രീയ സറണ്ടർ സംഘമാണെന്ന് അദ്ദേഹം തൻ്റെ ഇടത്തോട് ഇന്ത്യക്കാരെ മുൻനിർത്തി ഇന്ന് പ്രസ്താവന ഇറക്കിയത്.